നമസ്കാരം. 2023 ഓട്ടോ എക്സ്പോയിൽ വെച്ചാണ് മാരുതി സുസുക്കി ജിംനി 5 ഡോർ SUV അവതരിപ്പിച്ചത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വില പ്രഖ്യാപനവും നടന്നു. എന്നാൽ ഹൈപ്പിന് നീതീകരിക്കുന്ന വിൽപ്പന ഇന്ത്യയിൽ നിന്ന് നേടാൻ ലൈഫ് സ്റ്റൈൽ SUVക്ക് സാധിച്ചിരുന്നില്ല. തുടക്കത്തിലുണ്ടായിരുന്ന തരക്കേടില്ലാത്ത ബുക്കിംഗ് തുടർന്നുള്ള മാസങ്ങളിൽ കുറഞ്ഞു വരികയായിരുന്നു. മറുവശത്ത് മഹീന്ദ്ര ഥാർ വിൽപ്പനയിലെ അന്തരം ഓരോ മാസവും ഉയർത്തിക്കൊണ്ടും ഇരുന്നു. നിലവിൽ ഏറ്റവും കുറഞ്ഞ വിൽപ്പനയുള്ള മാരുതി കാറുകളിൽ ഒന്നാണ് ജിംനി 5 ഡോർ. മാരുതിയുടെ മൊത്തത്തിലുള്ള വിൽപ്പനയിൽ 1% താഴെ മാത്രമാണ് ഇതിന്റെ സംഭാവന. ജിംനി വിറ്റഴിക്കാനായി മാരുതി ലക്ഷങ്ങളുടെ കിഴിവുകളും വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും സെയിൽസ് ചാർട്ടിൽ ഇടം പിടിച്ചില്ല. ആർക്കും വേണ്ടാത്ത അവസ്ഥ. ജിംനി 5 ഡോറിന്റെ വികസനത്തിനായി കോടികളാണ് കമ്പനി നിക്ഷേപിച്ചത്. ഇത് മുതലെടുക്കാനായി ബ്രാൻഡ് 5 ഡോർ ജിംനി നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട്. ലാറ്റിൻ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ മികച്ച സ്വീകരണം ഏറ്റുവാങ്ങിയ ജിംനി 5 ഡോർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജപ്പാനിൽ ലോഞ്ച് ചെയ്തത്. സ്വന്തം നാടായ ജപ്പാനിൽ സുസുക്കിയെ പോലും ഞെട്ടിക്കുന്ന പ്രതികരണമാണ് ജിംനി 5 ഡോറിന് ലഭിക്കുന്നത്. ജിംനി നൊമാഡ് എന്ന് പേരിട്ടിരിക്കുന്ന 5 ഡോർ മോഡൽ ഇന്ത്യയിൽ നിർമ്മിച്ച് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്രതീക്ഷിതമായ ഡിമാൻഡ് മൂലം ജിംനി നൊമാഡിന്റെ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ. വെറും 4 ദിവസം കൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ജിംനി 5 ഡോർ 1,00,000 ബുക്കിംഗ് ആണ് കവിഞ്ഞത്. ഇത്രയും വലിയ ഓർഡർ തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതലാണെന്നും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത ബുക്കിംഗ് സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും കമ്പനി അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ജിംനിയുടെ 5 ഡോർ വേരിയന്റ് ഹരിയാനയിലെ മാരുതി സുസുക്കിയുടെ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. ഗ്ലോബൽ ഓഫ് റോഡർ SUV എന്ന നിലയിൽ ശക്തമായ പാരമ്പര്യം അവകാശപ്പെടാനുള്ള ജിംനി ഏകദേശം 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ജപ്പാനിൽ 5 ഡോർ ജിംനിയുടെ ലോഞ്ച് മാരുതി സുസുക്കിയുടെ കയറ്റുമതി തന്ത്രത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഫ്രോക്സിന് ശേഷം ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നിർമ്മിത SUV ആണ് ഇത്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ മാരുതി സുസുക്കി മോഡലാണ് ജിംനി. നിലവിൽ ജാപ്പനീസ് വിപണിയിലേക്കുള്ള ഉൽപാദന വിഹിതം പ്രതിമാസം 1200 യൂണിറ്റായി പരിമിതപ്പെടുത്തിയിരുന്നു. ഇത് അതേപടി തുടർന്നാൽ ജപ്പാനിൽ ജിംനി നൊമാഡിനുള്ള കാത്തിരിപ്പ് കാലയളവ് ഏകദേശം 41 മാസം അല്ലെങ്കിൽ 3.5 വർഷമായിരിക്കും. ജിംനി നൊമാഡിന്റെ ബുക്കിംഗ് സുസുക്കി താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് എങ്കിലും റിസർവേഷൻ എന്ന് പുനരാരംഭിക്കുമെന്ന് നിലവിൽ ഒരു വിവരവുമില്ല. എന്നിരുന്നാലും ബുക്കിംഗുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കൃത്യമായ അവസരത്തിൽ പുറത്തുവിടുമെന്ന് സുസുക്കി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജിംനി നൊമാഡിനുള്ള ഞെട്ടിപ്പിക്കുന്ന ഡിമാൻഡ് കാരണം SUVയുടെ ജപ്പാനിലെ പ്രൊമോഷൻ പരിപാടികളും സുസുക്കി റദ്ദാക്കി. ഡിമാൻഡ് നിറവേറ്റാനും കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കാനുമായി സുസുക്കി ജിംനി നൊമാഡിന്റെ ഉൽപ്പാദനം കൂട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മഹീന്ദ്ര പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണിത്. ഏപ്രിൽ 3 മുതലാണ് ജപ്പാനിൽ ജിംനി നൊമാഡിന്റെ ഡെലിവറി ആരംഭിക്കുക.